അറിഞ്ഞോ അറിയാതെയൊക്കെ തന്നെ ഈ ദുരിതത്തിന് വൻ കാരണമായിട്ടുള്ള കമ്പനി ഉടമയെ തേടുകയാണ് ഇന്ന് രാജ്യം. എന്നാൽ കുവൈറ്റ് ദുരന്തത്തിന് ഇരയായവരുടെ കമ്പനിയായ NBTC ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ KG എബ്രഹാം എവിടെയെന്ന് ആർക്കും വ്യക്തതയില്ല എന്നാണ് വാസ്തവം. തിരുവല്ല സ്വദേശിയായ എബ്രഹാം ഗൾഫ് രാജ്യത്ത് തന്നെ ഉണ്ടാകുമെന്നാണ് നിഗമനം. ദുരന്തം സംബന്ധിച്ച NBTC ഗ്രൂപ്പ് വിശദീകരണം ഇറക്കിയിട്ടുണ്ടെങ്കിലും മാനേജിംഗ് ഡയറക്ടറെ സംബന്ധിച്ച പരാമർശങ്ങൾ ഒന്നും തന്നെയില്ല. ദുരന്ത സ്ഥലത്ത് അദ്ദേഹം എത്തിയതായും അറിവോ ഒന്നും തന്നെ ലഭിച്ചിട്ടുമില്ല. എന്തായാലും ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് കുവൈറ്റ് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. 49 പ്രവാസികളുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തമുണ്ടായ 6 നില ഫ്ളാറ്റ് മലയാളി വ്യവസായിയും NBTC ഗ്രൂപ്പിന്റെയും കേരള കേന്ദ്രമായി KGA ഗ്രൂപ്പിന്റെയും മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള KG എബ്രഹാം വാടകയ്ക്ക് എടുത്തതാണ്. ഗൾഫ് രാജ്യത്തെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പുകളിൽ ഒന്നായ NBTC ഗ്രൂപ്പിലെ ജീവനക്കാരാണ് ഇവിടെ താമസിച്ചിരുന്നത്. കേരളത്തിലെ ഏറെ അറിയപ്പെടുന്ന വ്യവസായി കൂടിയായ എബ്രഹാം തിരുവല്ല നിരണം സ്വദേശിയാണ്. 38 വർഷമായി കുവൈറ്റിൽ ബിസിനസ്സുകാരനായ അദ്ദേഹത്തിന് 4000 കോടിയുടെ ആസ്തിയുണ്ടെന്നാണ് റിപ്പോർട്ട്. സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ നേടി 22-ാം വയസ്സിൽ കുവൈറ്റിലെത്തിയ ഇദ്ദേഹം പടിപടിയായി പടുത്തുയർത്തിയതാണ് ഇന്നത്തെ ബിസിനസ് സാമ്രാജ്യം. 2018-ലെയും 19-ലെയും പ്രളയത്തിൽ ദുരിതമനുഭവിച്ച കേരളത്തിലെ ജനങ്ങളെ സഹായിക്കാൻ ഇയാൾ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ, മാർക്കറ്റിംഗ്, വിദ്യാഭ്യാസ മേഖലയിലാണ് NBTC ഗ്രൂപ്പ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എണ്ണ, പെട്രോകെമിക്കൽ മേഖലകൾ ഉൾപ്പെടെ കുവൈറ്റിലും മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും കമ്പനികളുണ്ട്. മാർക്കറ്റിംഗ്, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലും പ്രവർത്തിക്കുന്നു. എറണാകുളം കുണ്ടന്നൂരിലെ പഞ്ചനക്ഷത്ര ആഡംബര ഹോട്ടലായ ക്രൗൺ പ്ലാസയുടെ ചെയർമാനും തിരുവല്ല KGA എലൈറ്റ് കോണ്ടിനെന്റൽ ഹോട്ടലിന്റെ പങ്കാളിയുമാണ്. കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും നിക്ഷേപം നടത്തിയിട്ടുണ്ട്. പൃഥ്വിരാജ് നായകനായ ആടുജീവിതം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാൾ കൂടിയാണ് KG എബ്രഹാം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചിലർ പണം തട്ടിച്ചു എന്ന വാർത്ത പുറത്തുവന്നപ്പോൾ LDF സർക്കാരിനെ വിമർശിച്ച് ഇയാൾ രംഗത്ത് വരികയും ചെയ്തിരുന്നു. അർഹരായവരിലേക്ക് ദുരിതാശ്വാസ ഫണ്ട് എത്തിയില്ലെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തതിൽ ഖേദമുണ്ട് എന്നുമായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത്. ഇത് വൻ വിവാദമാവുകയും ചെയ്തിരുന്നു. കുവൈറ്റിലെ തുടക്കകാലത്ത് ബദ്ദ ആൻഡ് മുസറൈ എന്ന സ്ഥാപനത്തിൽ 60 ദിനാർ ശമ്പളത്തിലായിരുന്നു തുടക്കം. 7 വർഷം ജോലി ചെയ്ത ശേഷം സ്വന്തം സ്ഥാപനം ആരംഭിച്ചു. ചെറുകിട നിർമ്മാണങ്ങൾ ഏറ്റെടുത്ത വിജയകരമായി പൂർത്തിയാക്കി. 1990-ലെ ഇറാഖ് അധിനിവേശത്തിന് ശേഷം ഗ്രൂപ്പ് അതിവേഗം വളർന്നു. ഹൈവേ സെൻട്രൽ എന്ന പേരിൽ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയും കുവൈറ്റിലുണ്ട്. 1990-ലെ കുവൈറ്റ് യുദ്ധം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറി. 1990 ഓഗസ്റ്റിൽ യുദ്ധം തുടങ്ങിയപ്പോൾ എബ്രഹാം കേരളത്തിലായിരുന്നു. പിന്നീട് 1991 മെയ് മാസത്തിൽ യുദ്ധം അവസാനിച്ച് 1 മാസത്തിനു ശേഷം അദ്ദേഹം കുവൈറ്റിലേക്ക് മടങ്ങി. യുദ്ധാനന്തര നാളുകളിൽ കുവൈറ്റിന്റെ പുനർജീവനത്തിനായി നിക്ഷേപം നടത്തിയാണ് എബ്രഹാമിന്റെ ബിസിനസ് ജീവിതത്തിലെ വഴിത്തിരിവായത്. എന്നാൽ പിന്നീട് കുവൈറ്റിന് പുറത്തേക്ക് വളർന്ന NBTC എണ്ണ, വാതകം തുടങ്ങിയ മേഖലകളിലേക്കും അതിന്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചു. 90 തൊഴിലാളികളുമായി ആരംഭിച്ച കമ്പനി 15,000 ജീവനക്കാരുമായി മിഡിൽ ഈസ്റ്റിലെ ഒരു പ്രധാന തൊഴിൽ സ്ഥാപനവുമായി മാറുകയായിരുന്നു. തിരികെ കേരളത്തിലെത്തിയ എബ്രഹാം സിനിമാ നിർമ്മാണം, ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ ഓഹരിയുടമ എന്നീ നിലകളിലേക്കും ചുവടുവെച്ചു. കൊച്ചിയിലെ ക്രൗൺ പ്ലാസ എന്ന പഞ്ചനക്ഷത്ര ഹോട്ടലും ഈ പ്രവാസി വ്യവസായിയുടേതാണ്. 2007-ൽ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന TU കുരുവിള ഇടതുമന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്നതിലേക്ക് നയിച്ച ഇടുക്കി ഹൈറേഞ്ചിലെ 50 ഏക്കർ റവന്യൂ തരിശുഭൂമി വിവാദത്തിലൂടെ എബ്രഹാം രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരുന്നു. പ്രവാസികളിൽ നിന്ന് സമാഹരിച്ച 2018-ലെ പ്രളയ ദുരിതാശ്വാസ സംഭാവന അർഹതപ്പെട്ടവരിലേക്ക് എത്തിയില്ല എന്ന് പറഞ്ഞതിലൂടെ എബ്രഹാം നിലവിലെ LDF ഭരണത്തോടും കൊമ്പുകോർക്കുകയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും എബ്രഹാമിനെ തേടി കുവൈറ്റ് പോലീസ് അരിച്ചു പറക്കുകയാണ് എന്ന വാർത്തകളടക്കം പുറത്തുവരികയാണ്.